ഈ സകലത്തെയും നിർമ്മിച്ച ദൈവം നമ്മുടെ മൺകൂടാരത്തിന്റെ അകത്ത് വന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിച്ച് ആ വേർപെട്ട് ദൈവത്തിന്റെ കൽപ്പന ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു പൈതലിന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ സൃഷ്ടികർത്താവിന്റെ ഉള്ളത്തിൽ വന്നു. കാരണം ഞാൻ 30 കോടി ജനങ്ങളെ ദൈവത്തെ സേവിച്ചുകൊണ്ടിരുന്ന എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ, അവന്റെ മാറ്റമില്ലാത്ത കൃപ എന്റെ മേൽ ചൊരിഞ്ഞപ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കും, എന്റെ ഉള്ളത്തിൽ വന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 2014 ഞാൻ മാർച്ച് മാസം 26 മുതൽ കടന്നുപോയത്. എന്നാൽ എന്റെ ദൈവം എന്നോട് കൂടിരുന്ന് എന്റെ കൂട്ടു സഹോദരങ്ങളുടെ പ്രാർത്ഥന കേട്ട് എന്നെ ദൈവം വിടിവിച്ചു. ആ വിടിവിച്ചത് ഓർത്ത് വീണ്ടും പാടുവാൻ സാധിക്കും, അവൻ രോഗസൗഖ്യം നൽകുന്നവനാണ്. നമ്മുടെ വചനത്തിൽ മാത്രം ഇത് വെച്ചിരിക്കുന്നതല്ല, നമുക്ക് രോഗസൗഖ്യം നൽകുവാൻ കഴിവുള്ളവനാണ് ദൈവത്തിന്റെ ഇവിടെ മീകാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചപ്പോൾ, മീകാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനും. അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? എന്താണ് യഹോവ ചോദിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, ഇതിന്റെ ഓരോ വാക്കുകളും എടുത്ത് സംസാരിക്കേണ്ട വിഷയമുണ്ട്. എനിക്ക് ശേഷം കർത്താവിന്റെ ദാസൻ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് ദൈവസന്നിധിയിൽ താഴ്മയോട് നടക്കുവാൻ. ദൈവസന്നിധിയിൽ. കാരണം നാം ഇപ്പൊ നമ്മുടെ അയ്യത്തൊരു വാഴ ഉണ്ടെങ്കിൽ അത് കുലച്ചു വരുമ്പോ നമുക്കറിയാം, ആ കൂമ്പ് വന്ന് ഇങ്ങനെ ഇരിക്കും, നേരെ സ്ട്രെയിറ്റ്. പക്ഷേ അതിന്റെ അടിയിൽ ആ കാ വന്ന് തങ്ങുന്ന കാരണം കൂമ്പ് ഒരിക്കലും പിന്നെ മേലോട്ടിരിക്കത്തില്ല. ആ കാകൾ വിരിഞ്ഞു വരുന്തോറും അത് താഴ്ന്നുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ കരു വന്നുപോയി, അതിൻ്റെ അകത്ത് സംതിങ് അത് വന്നു എന്തോ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപ നമ്മുടെ മേൽ വരുമ്പോ ദൈവസന്നിധിയിൽ താഴും. നമുക്ക് മറ്റൊന്നും പുകഴുവാനില്ല. ദൈവമേ നീ മാത്രമാണ്. കാരണം ഞാൻ ഇന്നായിരിക്കുന്ന നിന്റെ കൃപ ഒന്നും മാത്രമാണ്. എനിക്ക് പുകഴുവാൻ എൻ്റെ അപ്പൻ്റെതായ ഒന്നുമില്ല, എന്റേതായ ഒന്നുമില്ല, നിന്റെ ദയ മാത്രം. നമുക്ക് വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ താഴും. യാതൊരു വീമ്പും നമുക്ക് പറയുവാനില്ല. ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. മീകാ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, മനുഷ്യ നല്ലതെന്തെന്ന് കാണുവാൻ നീ ഇതിന്റെ എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ താണ്. ദൈവത്തിന്റെ കൃപ നമ്മോടൊപ്പം ഇരിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടായിപ്പോവും. അടുത്തതായിട്ട് പറയുന്നത്, ഈ ദൈവസന്നിധിയിൽ നാം നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നാം ദൈവസന്നിധി താഴ്ന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നാം നടക്കുന്നിടത്ത് നാം വലത്തോട്ട് പോകണമെങ്കിൽ വലത്തോട്ടെന്ന് പറയും, ഇടത്തോട്ട് പോകണം ഇടത്തോട്ടെന്ന് പറയും. ആ ദൈവമക്കളുടെ കൂടെ ദൈവസന്നിധി താഴ്മയോട് ഇരിക്കുന്നവരുടെ സന്നിധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കും. അവനെ ഒരാൾക്കും നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല. നാം ഈ അടുത്ത കേട്ടതാണല്ലോ, ദാനിയേലിനെ കുറിച്ച്, യോസേപ്പിനെ കുറിച്ച്, അബ്രഹാം. ദൈവത്തിന്റെ സന്നിധിയിൽ താഴുന്നവരെ ദൈവം മാനിക്കും, ദൈവത്തിന്റെ കൂടെ നടക്കും. മറ്റൊരാൾ കാണുവാൻ കഴിയുകയില്ല. ആ ദൈവ പൈതലിനറിയാം, എന്നെ ദൈവം കാണുന്നുണ്ട്. ഈ ലോകപരമായ ഒരു കാര്യത്തിലും എനിക്ക് ഇടപെടുവാൻ സാധിക്കുകയില്ല. 1 തെസ്സലോനിക്കർ 4:11. പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുവാനും ഒന്നിനും മുട്ടിട്ടില്ലാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർക്കുവാനും സ്വന്തം കാര്യം നോക്കുവാനും. മതി. അവിടെ ഒന്നുകൂടെ ആദ്യം തൊട്ട് വരുന്നു. അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടക്കാൻ. 11-ാം വാക്യത്തിന്റെ ആരംഭം, മര്യാദയായി നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിൽ അവന് യാതൊരു മര്യാദയില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലരെ കാണുമ്പോൾ നിങ്ങൾ മര്യാദക്കാരൻ പയ്യനാണ്,
കാരണം മറ്റുള്ളവർക്കറിയാം നമ്മുടെ നടപ്പ് കാണുമ്പം നാം മര്യാദയിലാണോ എന്ന്. ആ മര്യാദയുടേതായ വാക്യങ്ങളൊക്കെ എടുത്ത് സംസാരിപ്പാൻ വളരെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. നാം മര്യാദ ഉള്ളവരായിരിക്കണം. മര്യാദ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയിൽ നാം ആശ്രയിച്ച് കഴിയുമ്പം നമുക്ക് മര്യാദ വരും. കാരണം ലോകപരമായ മറ്റുള്ളവർ നടക്കുന്നത് പോലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നമുക്ക് നടക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ വസ്ത്രം നോക്കാൻ മര്യാദയായിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ. നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മര്യാദയോടെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയിൽ നാം ആശ്രയിച്ച് നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നാം മര്യാദ ഉള്ളവരായിത്തീരും. ആ മര്യാദ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം ദൈവത്തിൻ്റെ കൂടെ. ദൈവം എന്തു പറയുന്നു? സോമൻ പറയുന്നതല്ല, പാസ്റ്റർ എം ജോൺസൺ പറയുന്നതല്ല, മറ്റേ ഈ ജോർജ് സാർ പറയുന്നതല്ല. ദൈവം എന്തു പറയുന്നു? വചനം എന്തു പറയുന്നു? ഈ വചനത്തിന് അകത്ത് നിന്നുകൊണ്ട് നാം ചെയ്യുമ്പോൾ നാം മര്യാദ ഉള്ളവരായിത്തീരും. വചനത്തിന് പുറത്ത് നാം എപ്പം പോകുന്നു അപമര്യാദയായി പെരുമാറുന്നവരായിരിക്കും. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നാം എടുത്തു നോക്കിയാലും ഒരു ദൈവ പൈതൽ ഇന്നതുപോലെ ആയി എന്ന് പറയുമെങ്കിൽ പിശാച് പറയിക്കും. എന്നാൽ പോത്തിപ്പറിന്റെ വീട്ടിൽ പോയ യോസേപ്പിനെ കുറിച്ച് പോത്തിപ്പറിന്റെ ഭാര്യ പറഞ്ഞില്ലേ? എന്നാൽ ദൈവം തെളിയിക്കും എവിടാണ് സത്യമുള്ളതെന്ന്. 101 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു. 101 സങ്കീർത്തനം ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. മതി. നിഷ്കളങ്ക മാർഗത്തിൽ യാതൊരു കളങ്കവുമില്ലാതെ ഈ വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികൾ നിഷ്കളങ്കരുമായി എന്ന് പറഞ്ഞാൽ ആ ഹാനോക്ക് ജീവിക്കുന്ന സമയത്ത് ആ മറ്റുള്ളവരെല്ലാം കാര്യം അവിടെ കുറച്ച് പേര് മാത്രമേ ദൈവത്തെ വിളിക്കുന്നവരുള്ളൂ. ബാക്കിയെല്ലാം ഡാൻസും പാട്ടും എന്ന് പറഞ്ഞാൽ എല്ലാവിധമായ ലോകത്തിൽ ദൈവത്തെ വിരോധിപ്പിക്കാൻ. കാരണം ദൈവം ശിക്ഷിച്ചു വിട്ടവൻ്റെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ദൈവത്തോട് മറുത്തു നിന്നവൻ്റെ സന്തതികളാണ് അവിടെ വരുന്നത്. എന്നാൽ അതിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച ഒരുത്തൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. ആ നടപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്നും ആ ലോകവുമായിട്ട് നാം നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ വെച്ചിരിക്കുന്ന പുതിയ സുപ്രീം കോടതിയുടെ നിയമം നമുക്ക് ലജ്ജയാണ്. ദൈവജനത്ത് പറയുന്നു നമ്മുടെക്ക് അശുദ്ധിയായിട്ടുള്ളതാണ് അവർക്ക് നല്ല തൃപ്തികരമായിട്ടുള്ളത്. പോട്ടെ, ഇവിടെ പറയുന്നു ഐ വിൽ വാക്ക് വിത്ത് ഇന്റർഗ്രിറ്റി, അബ്സൊല്യൂട്ട് ഹോണസ്റ്റ്, സത്യസന്ധമായ രീതിയിൽ. അവിടെ യാതൊരു കളങ്കവുമില്ല. കാരണം നമ്മെക്കുറിച്ച് ആര് കളവ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി തന്നെ, നമുക്ക് നമ്മുടെ മനസ്സാക്ഷി, ഈ മനസ്സാക്ഷി ദൈവസ്ഥാനിൽ ന്യായം വിധിക്കാൻ വിളിക്കുമ്പോൾ നാം എപ്രകാരമായിരുന്നു അവിടുത്തെ ദൈവത്തിന്റെ സാക്ഷ്യം വരും. ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യമല്ല. എന്നാൽ ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് അവർ ലോകത്തിന്റെ പത്രമാണ്, ക്രിസ്തുയേശുവിന്റെ പത്രമാണ്. ഒരു വ്യക്തി ആ വ്യക്തിയെ കാണുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പാൻ അവന്റെ പ്രവൃത്തിയും നടപ്പും എല്ലാം കാണണം. ശേബാരജ്ഞി ശലോമോന്റെ അരമനെ വന്നപ്പം പറഞ്ഞത്, ഞാൻ ഇതേക്കുറിച്ച് ചിലപ്പം കേട്ടിരുന്നേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴോ നിന്റെ ആളിൻ്റെ, നിന്റെ പാനപാത്രക്കാരുടെ അവരുടെ നടപ്പും അവരുടെ നിപ്പും അവരുടെ യാത്രയും അവരുടെ വസ്ത്രവുമല്ല എന്ന് പറഞ്ഞാൽ ദൈവം മക്കളുടെ ശലോമനെക്കാട്ടും വലിയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന് വേണ്ടി പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ വസ്ത്രവും നമ്മുടെ നടപ്പും നമ്മുടെ രീതി നമ്മുടെ സംസാരവും എല്ലാം ഉണ്ടല്ലോ.